നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ മണലി ഭാഗത്ത് ഉള്ള നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി ഇതാണ്. ഫുൾ ആൻഡ് ഫുൾ ഇൻ്റർലോക്കട്ട റോഡാണ്. അതവിടെ കാണുന്നതാണ് നമ്മുടെ ബസ് റൂട്ട്. താരട്ട റോഡാണ് ആ ബൈക്കൊക്കെ പോണത്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ മണലി ഭാഗത്താണ്. അതായത് പാലക്കാട് റിലയൻസ് പെട്രോൾ പമ്പ് ഉണ്ട്. റിലയൻസ് പെട്രോൾ പമ്പ് കഴിഞ്ഞ വഴിക്ക് ലെഫ്റ്റിലോട്ട് കട്ടുണ്ട്. കള്ളിപ്പള്ളിക്കൊക്കെ പോണ വഴി രാമനാഥപുരമൊക്കെ കുറച്ച് അപ്പുറത്താണ്. സോ ആ മെയിൻ റോഡിൽ നിന്ന് ഹൈവേന്ന് ആകപ്പാട് ഒരു 150-200 മീറ്റർ വന്ന വഴിക്കാണ് നമ്മളുടെ ഈ സ്ഥലമുള്ളത്. ഏത് വണ്ടിക്ക് വേണമെങ്കിലും ധാരാളം വരുന്നത്ര സ്ഥല സൗകര്യത്തോടെ കൂടിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. വലിയ രീതിയിലുള്ള ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ വന്ന വഴിക്ക് ഒരു 3-4 വണ്ടികൾ ധാരാളം പാർക്ക് ചെയ്യുന്നത്ര സ്ഥല സൗകര്യമുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് മൊത്തം വന്നിട്ട് 9.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വീടിൻ്റെ ഈ ഭാഗത്ത് അപ്പുറത്ത് നല്ല രീതിക്കുള്ള ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ 2 ഓപ്പൺ വെല്ലാണ് ഉള്ളത്. കൂടാതെ മലമ്പുഴ കണക്ഷനും ഉണ്ട്. സോ ഏതൊരു സ്ഥലത്തേക്കും പോകാനും വരാനും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു കാർ പോർച്ച് ഉണ്ട്. ആൾറെഡി ഒരു കാർ നിൽക്കുന്നുണ്ട്. ബൈക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിർത്താം. ഇവിടെ നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വെല്ല് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്കുള്ള ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീട് തീർച്ചയായും ഇഷ്ടപ്പെടും. അതേപോലെ അപ്പുറത്തും നല്ല രീതിക്കുള്ള ഗാർഡനിങ് ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ ഉമ്മാർത്താണ് നിൽക്കുന്നത്. നമ്മുടെ വീട് ഫേസ് ചെയ്യുന്ന വന്നിട്ട് നോർത്ത് ഫേസാണ്. ഇവിടെ കയറി വന്ന വഴിക്ക് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പേർക്ക് ഇരിക്കുന്നത്ര സ്ഥല സൗകര്യം ധാരാളം ഉണ്ട്. വീട്ടിൽ പണിതിട്ടുള്ള ജനൽ, വാതിൽ എല്ലാതും ഫുൾ ആൻഡ് ഫുൾ തേക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹാള്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹാളാണ്. സൈഡിലുള്ള ഫോട്ടോസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പൂജാമുറി ഉള്ളത്. നല്ല രീതിക്കുള്ള പൂജാമുറിയാണ്. ഇവിടെയാണ് TV പോയിന്റ് കാര്യങ്ങളും എല്ലതും ഉള്ളത്. 3 ഫേസ് വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മൊത്തം 3 ബെഡ്റൂം ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്കുള്ളത് ഈ ഭാഗത്താണ്. ഈ പോണ വഴിയിൽ ഈ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഡൈനിങ് റൂമൊക്കെ വരുന്നത്. നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂമാണ്. എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ്സൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ നല്ല രീതിക്കുള്ള ഒരു അക്വേറിയമൊക്കെ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെയാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ഉള്ളത്. നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. കബോർഡ്സൊക്കെ ഈ സൈഡിൽ കൂടെ ധാരാളം വെച്ചിട്ടുണ്ട്. വിൻഡോസിലൊക്കെ മസ്കിറ്റോ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തും കബോർഡൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. ഇതാണ് ബാത്റൂം. ഇവിടെയാണ് വീടിൻ്റെ കിച്ചൺ ഉള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വടക്ക് ഭാഗത്താണ്. നമ്മുടെ വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം ഓപ്പൺ വെല്ല് മാത്രം 2 ഓപ്പൺ വെല്ലുണ്ട്. കൂടാതെ മലമ്പുഴ കണക്ഷനും ഇവിടെ ഉള്ളതാണ്. ധാരാളം വെള്ളമുണ്ട്, യാതൊരു വിഷയമില്ല. അത്യാവശ്യം കബോർഡ് കാര്യമെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ ഈ ഭാഗത്താണ്. ഈ വർക്ക് ഏരിയയിൽ നല്ല രീതിയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റിയ രീതിയിലുള്ള സ്ഥല സൗകര്യമൊക്കെ ധാരാളമുണ്ട്. അതേപോലെ ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്കുള്ള ഇരുമ്പിൾ ഗ്രില്ല് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ പോയിന്റും വേറെ എന്തെങ്കിലുമൊക്കെ സാധനം വെക്കാൻ പറ്റിയ രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും എല്ലാതും ചെയ്തിട്ടുണ്ട്. ഈ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഈ ഗാർഡൻ ഏരിയയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇവിടെ നല്ല രീതിക്കുള്ള ഒരു ഊഞ്ഞാളും കാര്യങ്ങളും എല്ലാതും വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നല്ല രീതിക്കുള്ള ഗാർഡനിങ് ഉണ്ട്. ഇതവിടെ കാഴ്ച നിൽക്കുന്നതൊക്കെ വന്നിട്ട് ഓറഞ്ചാണ് ഇവിടെ കാഴ്ച നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ഹാളിൻ്റെ സൈഡിൽ കൂടെയാണുള്ളത്. സ്റ്റെയർ കേസിൽ കൂടെ മുകളിൽ കയറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. വീട് നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ട് ഉള്ള വീടാണ്. നമ്മുടെ റിലയൻസ് പെട്രോൾ പമ്പിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ കൽമണ്ഡപം, ഭാരത് മാതാ സ്കൂള് അതൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോ അല്ലെങ്കിൽ ഒരു 750 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെ മേലെ കയറി വന്ന വഴിക്ക് ഇവിടെ ഇത്രയും വലിയ നല്ല രീതിക്കുള്ള ഒരു ലിവിങ് റൂം ഇവിടെയുണ്ട്. നല്ല രീതിക്കുള്ള ഒരു സോഫ കാര്യങ്ങളും എല്ലാതും ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ മേലെ ഭാഗത്ത് 2 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമായിട്ട് ഈ ബെഡ്റൂം കാണാം. ഇത് വന്നിട്ട് മാസ്റ്റർ ബെഡ്റൂമാണ്. വലിയ രീതിക്കുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ കബോർഡ്സൊക്കെ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണ്. അപ്പോൾ നമ്മളുടെ 3ാമത്തെ ബെഡ്റൂം ഉള്ളത് ഇവിടെയാണ്. ഇതും നല്ല രീതിക്കുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഈ ഭാഗത്ത് കുറച്ച് ഇരിക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളം ചെയ്തിട്ടുണ്ട്. കബോർഡ്സൊക്കെ ഈ ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂം ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട് തന്നെ 3 kV സോളാർ മുകളിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അത്യാവശ്യം എല്ലാ ഭാഗത്തും CCTV ക്യാമറയൊക്കെ കവർ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീട്.
നമ്മളുടെ ഈ 3 ബെഡ്റൂം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വേറൊരു റൂമും കൂടിയുണ്ട്. ഇതൊരു സ്റ്റഡി റൂമാണ്. അത്യാവശ്യം ബെഡ്റൂമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു റൂമാണ്. CCTVൻ്റെ കാര്യങ്ങളെല്ലതും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ബുക്ക് സെൽഫും കാര്യങ്ങളെല്ലാം വെച്ച് നന്നായിട്ട് ഇരുന്ന് ഒന്ന് പഠിക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം നന്നായിട്ട് കൊടുത്തിട്ടുള്ള സെപ്പറേറ്റ് റൂമാണ് ഈ റൂം. എൻ്റെ വീടിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡോറുണ്ട്. നല്ല രീതിക്കുള്ളൊരു മസ്കിറ്റോ ഡോറൊക്കെ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിക്ക് പോണ ഭാഗമാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ല രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളം കൊടുത്തിട്ടുണ്ട്. വീട് മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട്. ഈ ഭാഗത്ത് കാണുമ്പോൾ എല്ലാ വീടുകളും നല്ല നല്ല വീടുകളായിട്ടാണ് ഉള്ളത്. എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ കാണുന്നത്. ഇതിവിടെ കാണുന്നത് വന്നിട്ട് നമ്മളുടെ സോളാർ വെച്ചതിൻ്റെ യൂണിറ്റ്സാണ് ഇവിടെ ഒന്ന് കാണുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ഒരുപാട് ഗാർഡനിങ് ഏരിയ ഉണ്ട്. നല്ല രീതിക്കുള്ള ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ വീടിൻ്റെ ഈ ഭാഗം ഫുള്ളി ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് പലതരപ്പെട്ട ചെടികളും ഒക്കെ ഇവിടെ ഉള്ളതാണ്. ഈ കാണുന്നത് വന്നിട്ട് ഓറഞ്ചാണ്. ഇതൊക്കെ ഓറഞ്ചാണ്. നിറയെ പഴങ്ങൾ ഈ മരത്തിലുണ്ട്. അതേപോലെ ഇതൊക്കെ നാരങ്ങയാണ്. ഇതൊക്കെ നാരങ്ങയാണ്. നല്ല രീതിക്കുള്ള നാരങ്ങ അവിടെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ കറിവേപ്പില. ഇത് കറിവേപ്പില. ഇവിടെ കറിവേപ്പിലയുണ്ട്. അതേപോലെ വീട്ടിലേക്ക് വേണ്ട രീതിക്കുള്ള 1-2 മുരിങ്ങ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുളക് ചെടികളൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുമ്പോൾ തന്നെ അവിടെ തെങ്ങുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ വന്നിട്ട് കുറച്ച് കോഴികളൊക്കെ അവർ വളർത്തുന്നുണ്ട്. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കരിങ്കോഴികൾ അവിടെ നിന്ന് വളർത്തുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് മുളക് ചെടി വെച്ചിട്ടുണ്ട്. ഇത് പ്ലാവാണ്. ഈ ഭാഗത്തുള്ളതൊക്കെ മാവ് വെച്ചിട്ടുണ്ട്. ഇതും നല്ല രീതിക്കുള്ള ഒരു പ്ലാവാണ്. ഇതൊന്ന് വെറ്റിലയാണ്. ഈ ചെടി വന്നിട്ട് വെറ്റിലയാണ്. നന്നായിട്ടുണ്ട്. അതേപോലെ ഇതൊന്നും ബേരിക്കയാണ്. കൊയ്യാക്ക എന്നൊക്കെ പറയും. ബേരിക്ക അതിൻ്റെയാണ്. പിന്നെ എല്ലാ തരപ്പെട്ട പഴവകകൾ എല്ലതും ഇതിൽ ഉണ്ട്. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വെല്ലുണ്ട്. നമ്മുടെ കാർ നിൽക്കുന്ന അവിടെ ഒരു ഓപ്പൺ വെല്ലുണ്ട്. ഇതൊരു ഓപ്പൺ വെല്ലാണ്. കിഴക്ക് വടക്ക് ഭാഗത്താണ് കിണർ വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഒരു ഷെഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു പെറ്റ് ഡോഗ്സ് ഉണ്ട്. അതിൻ്റെ ഒരു കൂട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞമ്മ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ മണലി ഭാഗത്താണ്. അതായത് ടൗണിനോട് ചേർന്ന് നല്ലൊരു വീട് എടുക്കണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രോപ്പർട്ടി ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. മൊത്തം വന്നിട്ട് 9.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആയിട്ടുള്ള ഹിഡൻ ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഞാൻ വന്ന് പരിചയപ്പെട്ടത്. നമ്മുടെ ഈ സ്ഥലത്തുനിന്ന് വിക്ടോറിയ കോളേജിലേക്ക് ആകപ്പാട് 1 കിലോമീറ്റർ മാറ്റമേ ഉണ്ടാവുള്ളൂ. കാലിക്കറ്റ് ബൈപ്പാസ് റോഡ് ഇവിടെ നിന്ന് ആകപ്പാട് ഒരു 150 മുതൽ 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അതേപോലെ ഭാരത് മാതാ സ്കൂള് ഒരു 500 മുതൽ ഒരു 750 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. പാലക്കാടിൽ ഏതൊരു ഭാഗത്തേക്കും പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ഉള്ള വീടാണിത്. ഇതിൻ്റെ പരിസരത്ത് നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന കോളനിയിലാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഈ പ്രോപ്പർട്ടി തന്നെ നല്ല രീതിക്കുള്ള CCTV ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. ഫുൾ ആൻഡ് ഫുള്ള് സോളാർ ഇവിടെയുണ്ട്. 3 kV സോളാറാണ് വെച്ചിട്ടുള്ളത്.
ഫ്രണ്ട് ഓപ്പൺ വെല്ലുണ്ട്, മലമ്പുഴ കണക്ഷൻ ഉണ്ട്, നല്ല രീതിക്കുള്ള ഗാർഡനിങ് ഉണ്ട്. ആ ഗാർഡനിങ്ങിൽ അത്യാവശ്യം വേണ്ട എല്ലാവിധമായ മരങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 95 ലാക്കാണ്. നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.